തുടരുകയാണ്. സംസ്ഥാനത്ത് സർക്കാരുമായി ബന്ധപ്പെട്ട പദ്ധതികളിൽ കോളനി എന്ന പദം ഒഴിവാക്കി. ഇത് സംബന്ധിച്ച ഉത്തരവ് സർക്കാർ പുറത്തിറക്കി. മന്ത്രി കെ രാധാകൃഷ്ണൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ഇവിടുത്തെ MLA സ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി തന്നെ MP സ്ഥാനം നഷ്ടം. പ്രവർത്തന മണ്ഡലം മാറുകയാണ്. എന്തായിരിക്കും ഡൽഹിയിലെ ദൗത്യം? എന്താണ് ചെയ്യാൻ കഴിയാന്നുള്ളത് നമുക്ക് നോക്കാം. അല്ലാതെ മുൻകൂട്ടി നമ്മളൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടല്ലോ പോകുന്നത്. ഓരോ സാഹചര്യം അനുസരിച്ച് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയാന്നുള്ളത് നോക്കാം. അല്ലാതെ കേരളത്തിൽ നിന്നുള്ള LDFന്റെ ഏക പ്രതിനിധിയാണ്. എല്ലാവരും വിഷമമുണ്ടോ? വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ, അങ്ങനെ ആയിപ്പോയി. അപ്പോ വരുന്നത് വെച്ച് നമുക്ക് ഡീൽ ചെയ്ത് പോകാന്നുള്ളതല്ലേ. ഓരോ സന്ദർഭവും അതിനെ അതിജീവിക്കാൻ കഴിയുന്ന രീതിയിൽ ഇടപെടുക. LDFന് കൂടുതൽ സീറ്റ് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ഒരു സീറ്റായി കുറഞ്ഞു. അതനുസരിച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ. ചേലക്കര ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണ്. ചേലക്കര ഉറപ്പിച്ചിട്ടാണോ ഡൽഹിക്ക് പോകുന്നത്? അത് നോക്കാം നമുക്ക്. ഒരു സുപ്രധാന ഉത്തരവ് കൂടി ഇറക്കിയിട്ടാണ് മന്ത്രിസ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്നത്. അതെ, അതായത് കോളനി എന്നുള്ളത് ഞാൻ നേരത്തെ മുതൽ തന്നെ ആഗ്രഹിച്ചൊരു കാര്യമാണ്. ഈ കോളനി എന്ന് പറയുന്നത് ഒരു അടിമത്തത്തിന്റെ ഒരു സിമ്പലായിട്ടാണ്. കാരണം നമ്മുടെ ബ്രിട്ടന്റെ കോളനി ആയിരുന്നു നമ്മൾ. നൂറ്റാണ്ടുകളോളം ഇന്ത്യ അടിമരാജ്യമായി. അപ്പൊ കോളനി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു അടിമത്തത്തിന്റെ ഒരു സിമ്പലുണ്ട്. അത് ആ കോളനി എന്നുള്ള പേര് മാറ്റണം എന്നുള്ളത് നമ്മൾ നിരവധി ഘട്ടത്തിൽ ചർച്ച ചെയ്താണ്. എന്തായാലും ഈ ലാസ്റ്റ് മുമ്പിലുള്ളത് കോളനി നമുക്ക് അബോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയണം, കോളനി എന്നുള്ള വാക്ക്. കാരണം ഒരു കൾച്ചറിന്റെ ഒരു പ്രശ്നം അവിടെ ഉയർന്നു വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ പേര് മാറ്റാൻ വേണ്ടി തീരുമാനമെടുത്തത്. ഓരോ പ്രദേശത്തും ഇഷ്ടമുള്ള പേരുകൾ, അത് വ്യക്തികളുടെ പേര് പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ്. നിലവിൽ വ്യക്തികളുടെ പേരിൽ വല്ല പ്രദേശം അറിയപ്പെടുന്നുണ്ടെങ്കിൽ ആ പേരിലും, ആ പേരിന്റെ കൂടെ കോളനി എന്നുള്ളതുണ്ടെങ്കിൽ അത് മാറ്റണം. പിന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പേരുകൾ കണ്ടെത്താൻ കഴിയും. ട്രൈബൽ ഏരിയയിൽ ഇപ്പം നമ്മൾ കുറച്ച് ഇത് ശ്രമം തുടങ്ങി. ഓരോ പ്രദേശത്തും ഇത് നമ്മൾ അടുത്ത കാലത്ത് വയനാട്ടിൽ ഒരു ഗ്രാമം അത് ഉന്നതി ഗ്രാമമായിട്ട് മാറി. അതുപോലെ തന്നെ പ്രകൃതി ഗ്രാമമായിട്ട് മാറി. ഐശ്വര്യ എന്നുള്ള പേര്, അങ്ങനെ വിവിധ പേരുകളുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള പേരുകളൊക്കെ വരുന്നതാണെങ്കിൽ കുറച്ചും കൂടി നല്ലത് എന്നുള്ളതാണ്. പൊതുവെ ആ വിഭാഗത്തിന്റെ ഇടയിൽ നിന്നും നല്ലപോലെ ആ ആവശ്യം ഉന്നയിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. പകരം മന്ത്രി തീരുമാനിച്ചു കഴിഞ്ഞു? ഇല്ല, തീരുമാനിച്ചു. പാർട്ടി തീരുമാനിച്ചു. ഓക്കെ. മന്ത്രിസ്ഥാനം രാജിവെക്കുന്നതിന് മുൻപുള്ള ഒരു പ്രധാന ഉത്തരവാണ് അദ്ദേഹം ഇപ്പോൾ ഇറക്കിയത്. ഈ ഉത്തരവിന് പിന്നാലെ അദ്ദേഹം ക്ലിഫ് ഹൗസിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയന് രാജിക്കത്ത് കൈമാറിയിട്ടുണ്ട്. VA ഗിരീഷ് വിവരങ്ങളുമായി ചേരുകയാണ്. ഗിരീഷ്, അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചു, രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറി. അതോടൊപ്പം തന്നെ അതിനു മുൻപായി അദ്ദേഹം കോളനി എന്ന പദം പിൻവലിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവും ഇറക്കി, ചരിത്രപരമായ ഒരു ഉത്തരവ്. അതിന് അദ്ദേഹം പറയുന്നത് ഈ കോളനി എന്ന പദം ഒരു അടിമത്തത്തിന്റെ ഒരു പദം എന്ന ആ ഒരു ഓർമ്മ വരും എന്നതാണ്. അപ്പോൾ അദ്ദേഹം ഈ ഒരു പദം ഒഴിവാക്കിക്കൊണ്ട് ഒരു ഉത്തരവ് ഇറക്കിക്കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്? ഏത് സാഹചര്യത്തിലാണ് ഈ ഒരു ഉത്തരവ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്? ശ്രീലക്ഷ്മി, ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള പാർപ്പിട പദ്ധതി, പാർപ്പിട സമുച്ചയങ്ങൾക്ക് എല്ലാം തന്നെ കോളനി എന്നുള്ളൊരു പേരാണ് നേരത്തെ മുതൽ ഉപയോഗിച്ചു വന്നിരുന്നത്. സർക്കാർ രേഖകളിലുമൊക്കെ ഇത്തരത്തിലുള്ള ഒരു വാക്ക് തന്നെയാണ്, പദം തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. അത് പൂർണ്ണമായും ഒഴിവാക്കുകയാണ് ഇപ്പോൾ മന്ത്രി കെ രാധാകൃഷ്ണൻ ചെയ്തത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കോളനി എന്ന പേര് ഒഴിവാക്കി ഉത്തരവിട്ട മന്ത്രി കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെച്ചു എന്നുള്ളതാണ്. അദ്ദേഹം ക്ലിഫ് ഹൗസിലെത്തി മുഖ്യമന്ത്രിക്ക് രാജിക്കത്ത് കൈമാറി. ഇപ്പോൾ പാർട്ടി ഈ സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി അദ്ദേഹം AK സെന്ററിലേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ കോളനി എന്ന പദം പിൻവലിക്കണമെന്ന ഒരു അഭിപ്രായം മന്ത്രി കെ രാധാകൃഷ്ണൻ പ്രകടിപ്പിച്ചിരുന്നു. ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കോളനി എന്നത് ഒരു അടിമത്തത്വത്തിന്റെ സൂചിപ്പിക്കുന്ന വാക്കാണ് എന്നുള്ളതാണ്. മാത്രമല്ല പലപ്പോഴും ഇത് വംശീയ അധിക്ഷേപങ്ങൾക്കൊക്കെ ഈ വാക്കുകൾ ഇടയാക്കുന്നു എന്നുള്ളതാണ് സർക്കാർ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാക്കുകൾ എല്ലാം തന്നെ കോളനി, അതോടൊപ്പം സങ്കേതം, ഊര് എന്നീ വാക്കുകളാണ് ഇപ്പോൾ സർക്കാർ രേഖകളിൽ നിന്ന്, അതോടൊപ്പം തന്നെ ഈ പാർപ്പിട സമുച്ചയത്തിന് നൽകിയിട്ടുള്ള പേരുകളിൽ നിന്ന് ഒഴിവാക്കുന്നത്. പകരം നഗർ, ഉന്നതി, പ്രകൃതി എന്നീ വാക്കുകളോ പ്രാദേശികമായി ജനങ്ങളുമായി ചർച്ച ചെയ്ത ശേഷം അവർ തീരുമാനിക്കുന്ന പദങ്ങളോ പകരമായി ഉപയോഗിക്കാനാണ് ഇപ്പോൾ സർക്കാർ ഉത്തരവിറങ്ങിയിരിക്കുന്നത്. സ്വാഭാവികമായും ഒരു വലിയ സുപ്രധാനമായ ഒരു ഉത്തരവ് തന്നെയാണ് ഇപ്പോൾ സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ ഉത്തരവ് പുറപ്പെടുവിച്ച് ഇതിൽ ഒപ്പിട്ട് ഉത്തരവിറക്കിയ ശേഷം മന്ത്രി കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെച്ചിരിക്കുന്നു. ശരി ഗിരീഷ്, സംസ്ഥാനത്ത് സർക്കാരുമായി ബന്ധപ്പെട്ട പദ്ധതികളിലൊന്നും ഇനി കോളനി എന്ന പദം ഉണ്ടാകില്ല. ഇത് സംബന്ധിച്ച ഉത്തരവ് സർക്കാർ പുറത്തിറക്കി കഴിഞ്ഞു.